Karamanan Jainji, Mandalam President Chinjuji, VT Ramaji, JR Padmakumarji, Shivangotiji, Ashok Kumarji, VV Rajeshji, Advocate Sureshji, MR Gobanji, Mandalam President KK Sureshji, ഇവിടെ വന്ന എല്ലാ പ്രവർത്തകർക്കും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സ്ഥാപന ദിവസത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അതിന് വളരെ സന്തോഷമുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊരു സ്ഥാപന ദിവസവുമാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ 45ാമത്തെ സ്ഥാപന ദിവസമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലൊരു മാറ്റം, ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനായി വളരുന്ന ഒരു പാർട്ടിയുമാണ്. കഴിഞ്ഞ 10-11 കൊല്ലം ഇന്ത്യയെ ഒരു 5ാമത്തെ മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമിയിൽ നിന്ന് ഇന്ന് 3ാം നമ്പർ, ലോകത്തിൽ 3ാം നമ്പറിന് ഇക്കോണമി ആക്കി കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. നമ്മളെല്ലാവരും മുമ്പ് ഒരു വികസിത ഭാരതം എന്നൊരു ലക്ഷ്യം വെച്ചൊരു പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിൻ്റെ പ്രവർത്തകരും പാർട്ടി സേവിക്കുന്ന ജനങ്ങളും എല്ലാവരും ആഘോഷിക്കുന്നു ഈ 45ാമത്തെ സ്ഥാപന ദിവസം. അതുകൊണ്ട് ഈ സ്ഥാപന ദിവസത്തിൻ്റെ ഈ പ്രോഗ്രാം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മുക്കും കോണറിലും ഉള്ള പ്രവർത്തകർ ഇന്ന് ആഘോഷിക്കുന്നു. അവർ മാത്രമല്ല, ഇന്ത്യൻ്റെ എല്ലാ കോണറിലുള്ള ജനങ്ങളും ഇന്ന് ആഘോഷിക്കുന്നു. ഞാൻ നീണ്ടിട്ട് പ്രസംഗിക്കുന്ന എനിക്ക് അതിൻ്റെ ഒരു ഹാബിറ്റ് ഇതുവരെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡെവലപ്പ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലും എല്ലാവരും എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ഒരു 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമുണ്ട്, ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 15 ദിവസം നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഒരു 2 എക്സാമ്പിൾ നോക്കിയാൽ നന്നായി പബ്ലിസിറ്റി കിട്ടുന്ന എക്സാമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടുന്ന് ഒരു 600 കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ വലിയ വലിയ ഫാക്ടറീസ് വരുന്നു, എത്രയോ തൊഴിലും നിക്ഷേപം വരുന്നു. ഇന്ത്യ 3ാം നമ്പറിന്റെ ഇക്കോണമി ആവുന്നു. പക്ഷെ ഇവിടെ എന്താണ് നമ്മുടെ സഖാവന്മാർ ചെയ്യുന്നതും സഖാവന്മാരുടെ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ്സുകാരും ചെയ്യുന്നത്? അതിൻ്റെ 2 എക്സാമ്പിൾ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഇവിടുന്ന് കുറച്ചു ദൂരം കൊച്ചി അടുത്ത് 610 കുടുംബങ്ങൾ, മുനമ്പം, ഒരു ചെറിയൊരു ഗ്രാമം, കൊല്ലമായിട്ട് അവരുടെ പ്രോപ്പർട്ടി എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, ഒരു കൊല്ലം, 5-6 കൊല്ലം മുമ്പേ തുടങ്ങിയ അവരുടെ ഒരു പ്രശ്നം. ആ പ്രശ്നം, അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ ആരും അധ്വാനിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് നരേന്ദ്രമോദിജി കേട്ടപ്പോൾ അദ്ദേഹം വഖഫ് ബിൽ, അമെൻമെന്റ് ബിൽ പാർലമെന്റ് കൊണ്ടുവന്നു, പാസാക്കി. 610 ജനങ്ങൾ ഇതുവരെ ബി ജെ പിക്ക് വോട്ട്
കൊടുക്കാത്ത ജനങ്ങൾ. എന്നിട്ടും ഈ BJP NDA സർക്കാർ, ഈ നരേന്ദ്രമോദിജി, സബ്കാ സാത്ത് സബ്കാ വികാസ് വിശ്വസിക്കുന്ന ഒരു നരേന്ദ്രമോദിജി, പറയുന്ന നരേന്ദ്രമോദിജി, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന നരേന്ദ്രമോദിജി ബില്ല് പാസ് ചെയ്യുന്നു. എന്നിട്ടും എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. ബില്ല് പാസ്സായി, എല്ലാവർക്കും, കുറച്ച് തലച്ചോറുള്ള ആൾക്കാർക്ക് മനസ്സിലായി മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഈ ബില്ല് പാസ്സായി, ആക്ട് ലോ പാസ്സാവുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. എന്നിട്ട് ഈ രണ്ട് പാർട്ടി, CPM സഖാവും കോൺഗ്രസ്മാരുടെ സഖാവും, അവർ പറയുന്നത് എന്താ? ഇതില് ആ ബില്ല് പാസ് ചെയ്തില്ല, അതിലൊന്നും പരിഹാരമില്ല. നുണ, പച്ച നുണ. അപ്പൊ ഇവിടത്തെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു പ്രീണന രാഷ്ട്രീയം, ജനങ്ങളെ പേടിപ്പിച്ച് വിഷം നിറച്ച് നുണയം പറഞ്ഞ് വിഡ്ഢിയാക്കാനൊരു രാഷ്ട്രീയം. അത് ഒരു എക്സാമ്പിൾ. ശരി, അത് വിടൂ. രണ്ടാമത്തത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM, ഞാൻ പഠിച്ച് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എല്ലാം പഠിച്ച്, നയനാർ സാറ്, അച്യുതാനന്ദൻ, ഇവരെല്ലാം, BS അച്യുതാനന്ദൻ, ഇവരെല്ലാം ഓക്കെ, ശരി, നമ്മുടെ ഐഡിയോളജി കമ്പാറ്റബിൾ അല്ല, ഞാൻ അവരെ ഐഡിയോളജീനെ എഗ്രി ചെയ്യുന്നില്ല. പക്ഷേ അവരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവരൊരു അക്രമ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, വയലൻസ് ഉണ്ടായിരുന്നു. അഴിമതി എന്ന് പറയുമ്പോൾ അതൊരു കോൺഗ്രസിന്റെ ഒരു മൊണോപ്പൊളി ആയിട്ട് നമ്മളെല്ലാം മനസ്സിലാക്കിയത്. ഇപ്പോ കഴിഞ്ഞ 10-15 ദിവസം എന്താ നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്? ഇവിടുത്തെ മുഖ്യമന്ത്രി, ഒരു സ്വകാര്യ മുഖ്യമന്ത്രി, ഗവൺമെന്റ് കമ്പനി KSIDC 13% എക്വിറ്റി ഉള്ള ഒരു കമ്പനിയിൽ, ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കാശ് കൊടുക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. ഞാൻ പാർലമെന്റിൽ 2G സ്കാം എക്സ്പോസ് ചെയ്ത ആളാണ്. അതിലും കുറച്ചൊരു ക്ഷേമോ, ഒരു എന്താ പറയാ, ഒരു എംബാരസ്മെന്റ് മാതിരി ഉണ്ടായിരുന്നു. ഇവിടെ സർക്കാർ ജനങ്ങളുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി, ആ കമ്പനി മുഖ്യമന്ത്രിയുടെ, ചീഫ് മിനിസ്റ്ററിന്റെ മകളുടെ ഒരു കമ്പനിന് കാശ് കൊടുക്കുന്നു. ഒരു പണിയും ചെയ്യാതെ കാശ്, ഒരു ബേസ്ലെസ് കാശ്. എന്നിട്ട് മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ജനങ്ങൾ എൻ്റെ രക്തമാണ് അവർക്ക് ആവശ്യം, ഞാൻ ആ കമ്പനി ടാക്സ് കൊടുത്തിട്ടുണ്ട്, GST കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഇത് പുതിയ തിയറി തുടങ്ങിയത്? ഞാൻ കള്ളപ്പണം, അഴിമതിന്റെ പൈസ എടുത്താൽ, ടാക്സ് അടിച്ചാൽ അത് അഴിമതിന്റെ കാശായി ഇല്ല എന്നൊരു പുതിയ തിയറിയാണോ അത്? അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം. നിക്ഷേപം, പുരോഗതി, തൊഴിൽ, അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ 2014 മുതൽ 2024, എന്നിട്ട് 3-ാം തവണ അദ്ദേഹത്തിന് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ അത് ചെയ്തത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിജിയും BJP മാറ്റം കൊണ്ടുവന്നു. അത് പൊളിറ്റിക്കൽ കൾച്ചറിലും കൊണ്ടുവന്നു, ഇക്കോണമിയിലും കൊണ്ടുവന്നു, തൊഴിൽ, നിക്ഷേപം എല്ലാത്തിനും കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചാട്ടം, ഇന്ത്യന്റെ ഇങ്ങനത്തെ ഒരു ചാട്ടം, നമ്പർ 5 ഫ്രജൈൽ ഇക്കോണമിന്ന് ടോപ്പ് 3 ഇക്കോണമി ആവുന്ന ഒരു ചാട്ടം, ഒരു വികസിത് ഭാരതമാവുന്ന ചാട്ടം. അതേ സമയത്ത് 10 കൊല്ലം ഇവിടെ ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? വീണ സർവീസ് ടാക്സ്, പ്രീണന രാഷ്ട്രീയം, തൊഴിലില്ല, നിക്ഷേപമില്ല,
ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, പെൻഷൻ 5-6 മാസം ഡിലേ ആയിട്ട് പെൻഷൻ എത്തുന്നു. അതുകൊണ്ട് മാറ്റം വേണം, മാറ്റം കൊണ്ടുവരണമെന്ന് നമുക്ക് എല്ലാവർക്കും, ആർക്കും സംശയമുണ്ടോ? ഇവിടെ ഉണ്ടോ സംശയം? അപ്പോ ഞാൻ ആദ്യത്തെ ദിവസം സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞത്, ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ എത്തണം. ജനങ്ങളുടെ വീട് പോയിട്ട് ഈ വികസന സന്ദേശം, BJPന്റെ ഒരു ഐഡിയോളജി, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതി, വികസനം, തൊഴിൽ, നിക്ഷേപം, അതാണ് ഞങ്ങളുടെ ഐഡിയോളജി, അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം. ഈ 3 പാർട്ടിയിൽ ആർക്കെങ്കിലും കേരളത്തിന്റെ ഒരു ഇക്കോണമിയിൽ മാറ്റം കൊണ്ടുവരാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് BJP NDA ആണ് എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോ മാറ്റം വേണം. BJP NDA ആണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പാർട്ടി, ഒരു മുന്നണി. ഇതാണ് നമുക്ക് വീട്ടുമായിട്ട് പോയിട്ട് പറയേണ്ടത്. ഞാൻ അന്ന് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞു, എന്നെ നമ്മുടെ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും നഡ്ഡാജി ഈ റെസ്പോൺസിബിലിറ്റി തന്നപ്പോൾ എന്നോട് പറഞ്ഞത്, മാറ്റം കൊണ്ടുവരണം. മാറ്റത്തിന് ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണെങ്കിലും അസംബ്ലി ഇലക്ഷനിലാണെങ്കിലും അധികാരത്തിൽ വന്ന് ജനങ്ങളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ BJP NDA ഒരു ദൗത്യമായിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, അതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. ഞാനല്ല, നമ്മളെല്ലാവരും പാർട്ടിയായിട്ട്, NDA ആയിട്ട് ഞാൻ ഇവിടെ പോവില്ല. അത് അന്ന് പറഞ്ഞു, ഞാൻ ഇന്നും പറയുന്നു. അതുകൊണ്ട് ഈ വരുന്ന 5-6 മാസത്തിൽ എത്രയോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അധ്വാനിക്കണം. ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു, പ്രവർത്തകർ 100% അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് ഈ മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. നമുക്ക് ചെയ്യണം. ഈ വികസിത ഭാരതം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.